കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണി അദ്ദേഹത്തിന്റെ ജാതകം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഇതുപോലെ അവയ്ക്കാതെ കേട്ടിട്ടുള്ള ഒരു നേതാവ് കേരളത്തിലുണ്ടോ ഇല്ലയോ എന്ന് സംശയമുണ്ട്. ജോസ് കെ മാണി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ കാലം മുതൽ തുടങ്ങിയതാണ് അയാൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ. ആദ്യം സ്വന്തം പാർട്ടിയിൽ നിന്നായിരുന്നു. തലമുതിർന്ന നേതാക്കന്മാരാരും ഇയാളുടെ വരവിനെ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഏതായാലും എല്ലാ കാലത്തും സോഷ്യൽ മീഡിയയിൽ ജോസ് കെ മാണി നിറഞ്ഞു നിന്നിരുന്നു. അതിപ്പോഴും പലപ്പോഴും നെഗറ്റീവ് കഥാപാത്രമായിട്ടായിരുന്നു വരവ്. അദ്ദേഹം മനസ്സുകൊണ്ട് പോലും ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല. കെ എം മാണിയുടെ മകനായി ജനിച്ചു വന്നൊരു ദോഷം മാത്രമേ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളത് മുഴുവൻ അസൂയയും കുശുമ്പുമാണ്. അതിനൊട്ടും മരുന്നില്ലാതാനും. ഇപ്പോൾ നാട്ടിലുള്ള മുഴുവൻ ഓൺലൈൻ മാധ്യമങ്ങളുടെയും പ്രധാന പരിപാടി ജോസ് കെ മാണി മുന്നണി മാറുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിടുകയാണ്. തലക്കെട്ട് കണ്ടാൽ തോന്നും ഇപ്പൊ നടന്ന അല്ലെങ്കിൽ നടക്കുന്ന കാര്യം നേരിൽ കണ്ട് ലൈവായി ചെയ്യുന്ന വാർത്തയാണെന്ന്. 10 പേർ വായിക്കുന്ന പത്രത്തിലെങ്ങാനും വന്നാൽ മനസ്സിലാക്കാമായിരുന്നു. പാലായി ചില പത്രമാധ്യമങ്ങൾ ജോസ് കെ മാണിയുടെ ഫോട്ടോ പോലും ഒഴിവാക്കാറുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട വാർത്തകളും കൊടുക്കാറില്ല. എന്നാൽ വായനക്കാരില്ലാത്തവരുടെ വാർത്തകൾ വലിയ പ്രാധാന്യത്തിൽ നൽകുകയും ചെയ്യും. ക്ഷീരമുള്ളവർ അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്നല്ലാതെ മറ്റൊന്നും ഇതേക്കുറിച്ച് പറയാനില്ല. എങ്ങനെയെങ്കിലും കുത്തിയിളക്കി ഇടതുമുന്നണിയുമായി തെറ്റിച്ച് ഇറക്കിക്കൊണ്ടുപോകാൻ പറ്റുമോ എന്നറിയാൻ എല്ലാവരും പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. എന്നാൽ ഈ വാർത്ത അവതരിപ്പിക്കുന്നവർക്കൊന്നും ഒരു യുക്തിയോ ബോധമോ ഇല്ലെന്നുള്ളതാണ് സത്യം. ഒന്നാമത്തെ കാര്യം, 99 പേരുടെ പിന്തുണയോടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിസഭയെ വലിച്ച് താഴെയിടാൻ 5 പേരെ കൊണ്ട് പറ്റുമോ? ആ ഒരു സാമാന്യ ബോധമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ആരും ഇങ്ങനെ ഒരു വാർത്ത എഴുതി പിടിപ്പിക്കില്ലായിരുന്നു. ഒരു മുന്നണി മാറ്റം അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കുവാനുള്ള സാധ്യത ഉണ്ടാവണം. അല്ലെങ്കിൽ ഒരു മന്ത്രിസഭ പിടിച്ച് താഴെ മറിച്ചിടണം. ഇപ്പോൾ UDF മുന്നണിയിലേക്ക് ചേക്കേറിയിട്ട് കേരള കോൺഗ്രസിലെ ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ ഈ ചിന്തകളും ചർച്ചകളും എന്തിനു വേണ്ടിയാണ്? ഇതിനേക്കാൾ പ്രധാന പ്രശ്നം, ഇടതുമുന്നണി വിട്ട് UDF ചേക്കേറുന്ന മാണി ഗ്രൂപ്പിന് UDF നിന്ന് എന്ത് കിട്ടുമെന്നുള്ളതാണ്. പാർട്ടിക്ക് ഒന്നാമത് കോട്ടയം ജില്ലയിലെ കോൺഗ്രസ്സുകാർ എല്ലാവരും കൂടി പലതരത്തിൽ ഒരുപാട് പണിയെടുത്തിട്ടാണ് ഇവരെ മുന്നണിയിൽ നിന്നും പുറത്തിയടിച്ചത്. പുകച്ച് പുറത്തിയടിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അങ്ങനെ ചടിച്ചതാണ്. 2 സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ കോൺഗ്രസ്സുകാർക്ക് മത്സരിക്കാമല്ലോ, അതായത് ഒറ്റയ്ക്ക് അങ്ങ് തിന്നാമല്ലോ. അതായിരുന്നു കോട്ടയത്തെ കോൺഗ്രസ്സുകാരുടെ ചിന്ത. പണ്ട് വയനാട്ടിൽ നിന്ന് 2 പേര് കോവളം ബീച്ച് കാണാൻ പോയി. അതിലൊരാൾ കടൽ തീരത്ത് നിന്ന് കടൽ കണ്ടിട്ട് ആവേശത്തോടി പറഞ്ഞു, ഇവിടെ കിടക്കുന്ന മണൽ മുഴുവൻ അവലോസ് പൊടിയും അത് മുഴുവൻ കഴിക്കാൻ ഞാനും എന്റെ കിടാത്തയും മാത്രമേ ഉള്ളായിരുന്നുവെങ്കിൽ എന്ത് രസമായിരുന്നു. ഈ അവസ്ഥയിലാണ് കോട്ടയത്തെ കോൺഗ്രസ്സുകാർ. ഇനി ഏതെങ്കിലും രീതിയിൽ മാണി ഗ്രൂപ്പ് UDF വരികയും അധികാരം പിടിച്ചുപറ്റുകയും ചെയ്താൽ സുസ്ഥിരമായ ഒരു ഭരണം കാഴ്ചവെക്കാൻ UDF സാധിക്കില്ലെന്ന ഉറച്ച ബോധം കേരള കോൺഗ്രസിലെ മുഴുവൻ നേതാക്കന്മാർക്കും 2011 മുതൽ നമ്മൾ അതാണ് കണ്ടുവരുന്നത്. കോൺഗ്രസിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ മാത്രമേ ഉള്ളൂ. മന്ത്രി സ്ഥാനാർത്ഥികളില്ല. എല്ലാവർക്കും മുഖ്യമന്ത്രിയാകണം. അതുകൊണ്ട് തന്നെ ഒരുത്തൻ മുഖ്യമന്ത്രി ആയാൽ മറ്റവൻ വലിച്ച് താഴെയിടും. അതായത് ഏണിയും പാമ്പും കളി. ഈ ബോധം മാണി ഗ്രൂപ്പിനുണ്ട്. മാതൃഭൂമി ദിനപത്രം പോലും ഇതുപോലുള്ള ഒരു കൽപ്പിത വാർത്ത അച്ചടിച്ച് പുറത്തു വിടുമ്പോൾ 100 വർഷം കൊണ്ട് അവർ നേടിയെടുത്ത അവരുടെ വിശ്വാസ്യതയാണ് നഷ്ടപ്പെടുത്തുന്നത്. അത് ഓർത്താൽ നന്ന്. ഒരിക്കൽ ചവിട്ടി പുറത്താക്കിയ ചെന്നിത്തലയ്ക്കും ബെന്നി വരെ മാണി ഗ്രൂപ്പിന്റെ ആവശ്യകത ബോധ്യം വന്നിട്ടുണ്ട്. എന്നാൽ KM മാണി എന്ന മഹാമേരുവിന് അകാലമൃത്യു സമ്മാനിച്ച ചെന്നിത്തലയെ മുഖ്യമന്ത്രിയായി അവരോധിക്കാൻ കേരള കോൺഗ്രസ് ഒരിക്കലും തയ്യാറാവുകയില്ലെന്ന ബോധ്യം ഈ വാർത്തകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ഇല്ലാതെ പോയി. ഇത്രയും കൽപ്പിത കഥകൾ എഴുതുന്ന മുഖ്യധാര മാധ്യമങ്ങൾ പോലും UDF മാണി ഗ്രൂപ്പിനെ ചവിട്ടി പുറത്താക്കിയതാണെന്ന് ഒരു വട്ടം പോലും എഴുതി കണ്ടിട്ടില്ല. ഇതുപോലെ കണ്ണടച്ചിരട്ടാക്കുന്ന പരിപാടി ഇതിനു മുമ്പ് മാധ്യമ ലോകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയെങ്കിലും കോൺഗ്രസിലെ മുഖ്യമന്ത്രി മോഹികളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുവാൻ തങ്ങളാലാവുന്നത് ചെയ്യാമെന്നാണ് ഓരോ മാധ്യമങ്ങളും വിചാരിക്കുന്നത്. അതിനാണ് സത്യവുമായി കുലബന്ധം പോലും ഇല്ലാത്ത വാർത്തകൾ പടച്ചുവിടുന്നത്. ഇടതുമുന്നണിയിൽ ചേർന്ന കേരള കോൺഗ്രസ് മുന്നണിയെ വീണ്ടും അധികാരത്തിൽ എത്തിക്കുന്നതിൽ വഹിച്ച പങ്ക് ചെറുതല്ല. പക്ഷേ അവർക്ക് പറ്റിയ അബദ്ധം മുന്നണിയിൽ നിന്ന് ചോദിച്ചു വാങ്ങേണ്ട കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ പറ്റിയില്ല എന്നുള്ളത് തന്നെയാണ്. അതിന് കൊള്ളാവുന്ന ആരും ആ പാർട്ടിയിൽ ഇല്ല. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടാൽ മൂത്രം ഒഴിക്കുന്ന താക്കോൽസാന്യനായ നേതാവ് മുതൽ താഴോട്ടുള്ള ഒരാളും പാർട്ടിക്ക് ന്യായമായി ലഭിക്കേണ്ട ഒന്നും ചോദിച്ചു വാങ്ങിയില്ല. ഒന്നിൽ കൂടുതൽ ദേവസ്വം ബോർഡുകൾ ഉണ്ടെങ്കിലും ഗുരുവായൂർ ദേവസ്വത്തിൽ മാത്രമാണ് ഒരു നോമിനി ഉള്ളത്. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അനാഥമായി അവിടെ കിടക്കുന്നു. ചോദിച്ചാൽ ഒരു സ്ഥാനം കിട്ടാവുന്നതാണ്. ആരും ചോദിക്കുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ബോർഡ് അംഗത്വം കൊണ്ട് പ്രത്യേകിച്ച് ലാഭമൊന്നും പാർട്ടിക്കില്ലെങ്കിലും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവർക്ക് ഒരു അംഗീകാരമെങ്കിലും ആയിരുന്നു. ആവേശം എന്ന സിനിമയിൽ രംഗണ്ണൻ ചോദിക്കുന്നത് പോലെ അംബാനെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ എന്ന് മാത്രമേ ജോസിനോട് ചോദിക്കാനുള്ളൂ. കേരള കോൺഗ്രസ് നേതാക്കളുമായി നടത്തിയ സംഭാഷണങ്ങളിൽ നിന്ന് ഒരു കാര്യം ബോധ്യമായി. കേരള കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചിരുന്ന കാലത്ത് ചേർത്ത് പിടിച്ച് സംരക്ഷിച്ചത് പിണറായി വിജയനാണ്. ആ പിണറായി വിജയൻ അമരത്തിരിക്കുന്നിടത്തോളം കാലം കേരള കോൺഗ്രസ് ഇടതുമുന്നണി ഉപേക്ഷിച്ച് പോകുന്ന പ്രശ്നമില്ലെന്നാണ്
അവരെല്ലാം പങ്കുവയ്ക്കുന്നത്. അതങ്ങനെ തന്നെ ആകട്ടെ.